നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും ഓരോ സപ്പോർട്ട് എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് കേട്ടോ. അത് കൂടുതൽ എനിക്ക് മോട്ടിവേഷനും കൂടി തരുന്നുണ്ട്. ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ നല്ല നല്ല ടിപ്സാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് ശരിയാണ്. കാരണം ഞാൻ എൻ്റെ മുടിയിൽ എല്ലാം ഞാൻ തേക്കുന്ന അതേ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. കാരണം എനിക്ക് 100% റിസൾട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്കും കൂടി പ്രയോജനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരുന്നത്. കാരണം ഒരുപാട് പേര് സങ്കടപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റ്ലി ആയിട്ടുള്ള ഷാമ്പു ആയിട്ടും എണ്ണകളായിട്ടൊക്കെ തേച്ചിട്ട് ഒരു റിസൾട്ടും ഇല്ല അവർക്കെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ വെറുതെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഓയിലുകളും അതുപോലെ ഷാമ്പു കണ്ടീഷണറൊക്കെ തേച്ചിട്ട് നമുക്ക് റിസൾട്ട് വരണം എന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്നതെല്ലാം എല്ലാ ടിപ്സും കാര്യങ്ങളും എക്കണോമിക്കലായിട്ട് ഏതൊരു സാധാരണക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് ചുറ്റുപാടുള്ള ഈ ആയുർവേദ ചെടികൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിന് വലിയ പൈസ മുടക്കം ഒന്നുമില്ല. നമുക്ക് നമ്മുടെ മുടി ഭംഗിയാക്കാൻ പറ്റും. എല്ലാ ടിപ്സും ഞാൻ തേക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒന്നില്ലെങ്കിൽ അന്ന് ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് വീഡിയോകളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നല്ല നല്ല ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. ഇതിൻ്റെ തല കളഞ്ഞിട്ട് അരിഞ്ഞെടുത്ത് ചെയ്താൽ മതി. എൻ്റെ മുടിയെ കുറിച്ച് പറഞ്ഞു. നല്ല ഇതാണ്, ഭംഗിയുണ്ട്. പക്ഷെ ഞാനിത് 8ാം ക്ലാസ് മുതൽ തേക്കുന്നതാണ് കേട്ടോ. പാക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടുള്ള ഞങ്ങളുടെ ഒരു മുത്തച്ഛനുണ്ട്. അദ്ദേഹം വൈദ്യനായിരുന്നു. അപ്പോൾ ഇതുപോലെ എനിക്ക് പറഞ്ഞു തന്ന 5 കൂട്ടം മരുന്നുകൾ ഞാൻ ഇതുപോലെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മുത്തച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ആ പാക്ക് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അന്ന് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ മുത്തച്ഛൻ ഈ മരുന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മളത് തേക്കുമ്പോൾ മുടി പെട്ടെന്ന് വളരുന്നതായിട്ട് നമുക്കറിയാം. അതായത് അതിനെക്കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നെല്ലിക്ക, മൈലാഞ്ചി, അതുപോലെ എള്ള്, ഇരട്ടി മധുരം, പിന്നെ താമരപ്പൂവിൻ്റെ അകത്തുള്ള താമര കേസരം എന്ന് പറയും, താമര അല്ലി എന്ന് പറയും ചിലവർ. അപ്പോൾ അത് ഈ 5 കൂട്ടം നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ. പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ തേക്കുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് കേട്ടോ. പോയ മുടിയെല്ലാം നമുക്ക് തിരിച്ചു വരും. അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു തന്നപ്പോൾ അന്നൊക്കെ പൊടിയല്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റേ വേരാണ്, ഇരട്ടിമധുരം വേര്, തടി പോലെ ഇരിക്കുന്ന സംഭവം. അത് നമ്മൾ ചതച്ചിട്ട് അമ്മിക്കല്ലുമിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നെല്ലിക്ക, ഉണക്ക നെല്ലിക്ക ഇന്നിപ്പോൾ പൗഡറായിട്ട് കിട്ടും. അന്നൊക്കെ ഉണങ്ങിയ നെല്ലിക്ക തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാം 100 ഗ്രാം നെല്ലിക്ക, 100 ഗ്രാം മൈലാഞ്ചി, അതും ഈ ഇല മൈലാഞ്ചി ഉണ്ടല്ലോ, മൈലാഞ്ചിയുടെ ഇല വീടുകളിൽ നിന്നും സ്വന്തക്കാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ എന്നിട്ട് അതും അരച്ച് ചേർക്കും ഇതിൻ്റെ കൂടെ. അപ്പോൾ നെല്ലിക്ക ആണെങ്കിൽ ഉണക്ക നെല്ലിക്ക ഇടിച്ച് അതും ഇതുപോലെ അമ്മിക്കല്ലിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ഇതിന് പുറമെ എള്ള് 50 ഗ്രാം, ബാക്കിയെല്ലാം 100 ഗ്രാം ആണെങ്കിൽ എള്ള് 50 ഗ്രാം. പിന്നെ താമരപ്പൂവിൻ്റെ അല്ലി നമുക്ക് 2, 3, 4 എത്രയാണോ കിട്ടുന്നത് അത്രയും ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നത് ഉണക്കി എടുത്ത് വയ്ക്കും തേക്കാൻ. അല്ലെങ്കിൽ ചില മാർക്കറ്റിൽ കിട്ടും കേട്ടോ, താമര അല്ലി ഉണങ്ങിയത് ചില മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഇത്രയും കൂട്ടങ്ങളും നമ്മൾ അരച്ച് തലയിൽ തേച്ചാൽ നമുക്ക് മുടി എന്നും വളരുന്ന പോലെ പെട്ടെന്ന് വളരുന്ന ആയിരിക്കും കേട്ടോ. അപ്പോൾ അന്ന് മുതൽ തേക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കുട്ടിക്കാലത്ത് ഇതുപോലെ എണ്ണകൾ മാറി മാറി തേക്കും. അമ്മമ്മ ഉള്ളപ്പോൾ എണ്ണ കാച്ചിയൊക്കെ തരും. അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെല്ലിക്കയുടെ എണ്ണ, അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണ, പിന്നെ ചിരട്ടക്കരിയുടെ എണ്ണ, കറിവേപ്പിലയുടെ എണ്ണ, അങ്ങനെ കയ്യുണ്ണി എണ്ണ, ഇങ്ങനെ ഒരുപാട്. പിന്നെ എൻ്റെ അമ്മ എന്നെ തേപ്പിച്ചിരുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നാളികേരപ്പാലിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. അരച്ച് പിഴിഞ്ഞെടുക്കുന്ന ആ തേങ്ങാപ്പാലിൽ നിന്നും കിട്ടുന്ന വെളിച്ചെണ്ണയാണ് അമ്മ തേപ്പിച്ചിരുന്നത്. അതിനെ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്നും പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുവിധം അറിവായപ്പോൾ
അതുപോലെ അമ്മമ്മ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ മാറി മാറി എണ്ണയൊക്കെ തേക്കാൻ. ഓരോ പരീക്ഷണമല്ല, പക്ഷെ അത് അന്ന് തേച്ചത് എനിക്കിപ്പോൾ ഗുണമായി. കാരണം ഏത് എണ്ണയും എനിക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. എണ്ണയായിട്ടും വെളിച്ചെണ്ണയായിട്ടും എന്ത് വേണമെങ്കിലും മാറി തേക്കാം. കാച്ചിയ എണ്ണ ആയിട്ട് പിന്നെ കാച്ചാത്ത എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ അത് കാരണം ഹൈബിസ്കസ് എണ്ണ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഓരോന്നോരോന്നും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ തേക്കുന്ന എണ്ണകൾ. അതുപോലെ നീലിഭൃങ്ങാതി തേച്ചിട്ടുണ്ട്, ഭൃംഗരാജ് തേച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട്. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി തേച്ചിട്ടുണ്ട്, ഹൈബിസ്കസിൻ്റെ ഇങ്ങനെ ഒരുപാട് മാറി മാറി തേച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ആ ചെയ്തതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും കിട്ടും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് കുട്ടികളെ ഇതുപോലെ നമുക്ക് തേപ്പിക്കാം, ഒരു പേടിയും വേണ്ട കേട്ടോ. അങ്ങനെ കുറച്ച് കുറച്ച് കുട്ടികളാകുമ്പോൾ കുറേശ്ശെ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ പണ്ട് ഈ കറിവേപ്പില ഉണ്ടല്ലോ, അത് അരച്ചിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് റൂമിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് ഉണങ്ങി നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം. ഉണങ്ങിക്കഴിഞ്ഞ് പൊടിച്ചിട്ട് നമ്മളത് വെളിച്ചെണ്ണയിലിട്ട് തേക്കും. കാച്ചൊന്നുമില്ല, പച്ച വെളിച്ചെണ്ണയിലിട്ട് തേക്കും. അതുപോലെ തന്നെ നെല്ലിക്ക ഉണ്ടല്ലോ, പച്ച നെല്ലിക്ക ഇടിച്ച് ചതച്ചെടുക്കും. എന്നിട്ട് ഒരു ഭരണിയിൽ ഇട്ടിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഭരണി നന്നായിട്ട് മുറുക്കി കെട്ടും. 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസമൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് അത് തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് തേച്ചതിൻ്റെയൊക്കെ ഗുണം നമുക്ക് ഇന്നും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ മുടിയുടെ വ്യത്യാസങ്ങളൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ജെല്ലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും തേക്കുന്നുണ്ട്. ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴും നമ്മുടെ തലയിൽ എണ്ണ വഴക്കൊന്നും ഇല്ലെങ്കിലും നമുക്കൊന്നും തേച്ചില്ലെങ്കിലും അത്രയും ദിവസം നമുക്ക് നിലനിർത്തി പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ എപ്പോൾ തേച്ച് അതിൻ്റെ എല്ലാം ഗുണം നമുക്ക് പിന്നീടും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ശ്രദ്ധിക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് തേക്കാം. മുടിക്ക് നരയ്ക്കാത്തവർക്കും ഏറ്റവും ഉചിതമാണിത് കേട്ടോ. ഈ പിന്നീടുള്ള നര ഒഴിവാക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ജെല്ലുകളായിട്ടും എണ്ണകളായിട്ടൊക്കെ മാറി മാറി തേക്കാം. തേക്കുമ്പോൾ ആദ്യമായിട്ട് തേക്കുമ്പോൾ നിറയെ തേക്കരുത്, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മുടിയിലും മുടിയുടെ സൈഡിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ മുടി ഭംഗിയായി കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കുക, പച്ചക്കറികൾ കഴിക്കുക, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ചൂട് സമയത്ത് അതൊക്കെ ഉപേക്ഷിക്കരുത് കേട്ടോ. അതൊക്കെ കഴിക്കുക, പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. കാൽസ്യം അയണൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പോൾ അത് നമുക്ക് മുടി മെലാറ്റിൻ കളർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതും നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെയാണ്. അതിനുള്ള എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ ഓരോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.